മൈ ഗേൾ. ഒരു ഗേളും കൂടി വരാണ്ട് കേട്ടോ. യോ മൈ സെക്കൻഡ് ഗേൾ. Camera action. Guys, yes, first. അടുത്തത് എടുക്ക്. ഐസ്ക്രീം ഐസ്ക്രീം ഇടരുത് തന്നെ പ്ലീസ്. ഇതൊരു സെറ്റായിട്ട് മുഖത്ത് അത് കഴിക്കുന്ന അത് വേണ്ട. കഴിഞ്ഞ കഷ്ക കഴിക്കണമെന്ന്. വെരി ടേസ്റ്റി, വെരി വെരി ടേസ്റ്റി. ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കാൻ പറ്റില്ല. ഇവളുടെ റിയാക്ഷൻ എനിക്ക് ശരിക്കും വേണം. രണ്ട് ടീസ്പൂൺ കഴിച്ച പണ്ടത്തെ ഓർമ്മകളൊക്കെ മനസ്സിലാക്കും. ഞാൻ പറഞ്ഞിട്ട് ഗൈസ്, ക്ലോസ്ട്രോഫോബിയ വരുമോ? എന്നാ എൻ്റെ കൂടെ ഒരാൾ വരുമോ? അശേ ഓ സീന്. ആയ് ഗൈസ്, എന്തായി ഇവിടെ ശരിക്കുള്ള ഇത് മനസ്സിലായോ? തന്നെനിക്ക് അവള് വെറും കാമതീന് വന്ന്. സോഷ്യൽ ആൻസൈറ്റി എസ്സേ ഇല്ലാത്ത കാരണം ഞങ്ങൾ അവിടെ പോയി പാടുപെട്ട് പാട്ട് പോയിട്ട് നീ അത് റീലെടുത്ത് വീഡിയോ ഇട്ട് നീ റീച്ച് ഉണ്ടാക്കും. അത് വെച്ചില്ലേ എന്താ പിന്നെ കോടികളുടെ വരുമാനമുള്ള ഇതിനകത്ത് സമ്മതിക്കില്ല ഞങ്ങൾ. എന്ത് പ്ലീസ്, പാട്ടല്ലേ ഡെൽമി. അവരടുത്ത് വേണേ ഒരു ഊഞ്ഞാല പോയി ചോദിക്കാൻ. പിന്നെ അതാണ് ഇത്ര ഇത്. അല്ല വേണ്ട, അവിടെ പാട്ട് പാടാം. അങ്ങനെ ഒന്നുമില്ല. കഴിവുള്ളവരും കഴിവല്ലാത്തവരും എല്ലാവരും അവിടെ പാടുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. എന്താ എന്താ എവിലിന്റെ ലവ് ലാംഗ്വേജ് എന്താ? ലവ് ലാംഗ്വേജാ ലവ് ബൈറ്റ്. അതെന്ത് ലാംഗ്വേജ്? A man to take care. അതല്ല, ഇൻ ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ മറ്റേ രണ്ടിലും പറഞ്ഞു, റിലേഷൻഷിപ്പിലും പറഞ്ഞു, റിലേഷനിലും പറഞ്ഞു. ഇവളിന്റെ ലവ് ലാംഗ്വേജ് എന്താ? A caring, good looking girl. എന്നോട് ചോദിച്ചാ നീ വേണ്ട റിലേഷൻ പറ. Take care of me. Take care of me. Take care of me അല്ല. ഓക്കെ
കേവിനിന്റെ ലവ് ലാംഗ്വേജ് എന്താ? A man that take care. ഒന്ന് പറയോ? അതായത് നല്ല പോലെ തന്നെ നമ്മുടെ മദർ ടങ് മദർ ടങ്ങാണ് കുറച്ചുകൂടി നല്ലത്. അത് നമ്മൾ പറയാതെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാർ ലൈക്ക് പറയാൻ നല്ല അണ്ടർസ്റ്റാൻഡ് വരണം. അത് വിത്തൗട്ട് ആസ്കിങ് ഫോർ. നമ്മുടെ നീന ആസ്ക് നമ്മൾ പറഞ്ഞു യു ഗെറ്റ് ഇറ്റ്. പറ ഇനി നിന്റെ പറ, നിന്റെ ലവ് ലാംഗ്വേജ് എന്താ? അതിപ്പോ വരും. പറ. എൻ്റെ ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരു ടേക്ക് കെയർ ചെയ്യണം, ബേബിയുടെ പോലെ ടേക്ക് കെയർ ചെയ്യണം. ബേബിയുടെ പോലെ കുളിപ്പിക്കണം, അതെ കുളിപ്പിക്കണം, ഫുഡ് വാരി തരണം, മുടി ചെയ്ത് തരണം, ഡ്രസ്സ് ഇടിപ്പിച്ച് തരണം. ഇങ്ങനെയൊക്കെയാണ് എന്നെ ടേക്ക് കെയർ. ഫുഡ് നമ്മൾ എങ്ങനെ കൊടുക്കുക? വായിൽ ഉരുട്ടി കൊടുക്കുക. എനിക്ക് ഫുഡ് വാരി 6 months എവിടെയോ വീട്ടിലെത്തി. എനിക്ക് ബിരിയാണി ഉണ്ടാക്കിയവള് ആ മധുരം കഴിച്ചിട്ട് ആക്ച്വലി എനിക്ക് കഷ്ക ഇഷ്ടമായില്ല കേട്ടോ. കഷ്ക കഴിക്കണം എന്നും പറഞ്ഞ് ആക്രാന്തം പിടിച്ച കൊച്ചിനോട് ചോദിക്കാം, പറയും. ഓണസ്റ്റ് റിപ്ലൈ ഇഷ്ടമായില്ല. അതെ, അത് വെന്തിട്ടുണ്ടായിരുന്നില്ല ആ കുക്കി. എന്നിട്ട് പറയുന്ന കേട്ടോ അത് അങ്ങനെയാണ്. അല്ല കുക്കി പൈ എന്ന് പറഞ്ഞതാന്ന് തോന്നുന്നു. പക്ഷെ ഇഷ്ടമായില്ല, മട്ടിച്ചത്. അതുകൊണ്ട് ഇച്ചിരി എരിവ് എന്തെങ്കിലും കഴിക്കണം. അപ്പം ബിരിയാണി കഴിക്കും. ഇഷ്ടം കൊള്ളാം. ഡീസൽ ബിരിയാണി അച്ചാർ ഞാൻ ഇതിന് വേണ്ടി വാങ്ങിയതാ. ഞായറാഴ്ച തീരുമാനം. നാളെ പോകണ്ട. നീ നാളെ എനിക്ക് പോയി ബൈക്ക് അടിക്കണം. എന്താ ഞാനത് അതാ അതൊന്നും കുഴപ്പമില്ല. ആ വിഷം തരുവാണോ? അത് വാങ്ങി. വെറുതെ ഇടതൊക്കെ ഉച്ച കഴിക്കണം ജസ്റ്റ് ഇപ്പൊ കഴിച്ചോണ്ടാ.